മലയാളത്തിലെ ഏറ്റവും ചെലവ് കൂടിയ സിനിമയാണ് എമ്പുരാൻ. ഈ എമ്പുരാൻ്റെ ഒരു പ്രചരണ രീതി, ഒരു പബ്ലിസിറ്റിയുടെ ഒരു വെറൈറ്റിയാണ് അവർ കാണിച്ചിട്ടുള്ളതാണ്. കാരണം അവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി 10-36 കഥാപാത്രങ്ങളെ കുറിച്ച് അവർ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് സംവിധായകൻ കൂടിയായ പൃഥ്വിരാജിൻ്റെയും നായക നടനായ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കണം. മാത്രമല്ല, പുതിയ വ്യത്യസ്തമായ പബ്ലിസിറ്റി അവർ കൊടുക്കുമ്പോൾ തന്നെ ഈ സിനിമയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും അവർക്കുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ചെലവ് കൂടി എന്ന് മാത്രമല്ല, ഇതിനൊരു അടുത്തൊരു ഭാഗമുണ്ട് എന്നുകൂടി ഈ പലതും നടക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിൽ കാണിക്കാത്ത കുറേ പേര് നമുക്കറിയാം. ഇതിൽ യഥാർത്ഥ വില്ലൻ ആരാണ്, ആ വില്ലൻ കഥാപാത്രം ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് സംശയിക്കുമ്പോൾ പോലും ഇതിൽ പറയാത്ത കുറച്ച് നടന്മാരെക്കുറിച്ച് കഥാപാത്രങ്ങളുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുള്ളൂ. അത് ഇവർ പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, ഇതിൽ മോഹൻലാൽ വളരെ രഹസ്യമായൊരു കാര്യം ഇതിൽ വെളിപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. ആ വെളിപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറേഴ് വർഷം മുമ്പ് തേവരയിലെ മോഹൻലാലിൻ്റെ മനോഹരമായ വീടിന് മുമ്പിലെ പുൽത്തകിട്, അവിടെ ഒരു മരമുണ്ട്, ഭംഗിയുള്ളൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി അടക്കമുള്ളവർ പുതിയ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. ആ പുതിയ സിനിമയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ സിനിമയ്ക്ക് ഒരു ഭാഗത്തിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന നല്ല കഥയല്ല എന്നും പറഞ്ഞിരുന്നു. അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം. കേട്ടിടത്തോളം മനോഹരമായിരിക്കുന്നു, തുടങ്ങാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ലൂസിഫറിലേക്ക് തുടങ്ങിയത്. പക്ഷെ ലൂസിഫർ നമ്മൾ പറയാറില്ലേ, കയ്യിൽ 5 പൈസ ആയിട്ടാണ് ഞാൻ ഈ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞ പോലെ, അന്ന് പൃഥ്വിരാജ് സംവിധായക നിലയ്ക്ക് ആരുമായിരുന്നില്ല. സഹസംവിധായകൻ പോലുമായി നിന്നിട്ടില്ല എന്നാലോചിക്കണം. ഒരു സ്വപ്നമുണ്ടായിരുന്നു എനിക്ക്, സംവിധാനം ചെയ്യാനുള്ള സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് നടന്ന് അടുക്കുമ്പോഴും മോഹൻലാലിൻ്റെ ബാനറാണ്, അല്ലെങ്കിൽ ആൻ്റണിയുടെ ബാനറാണ്, മോഹൻലാലാണ് നായകനാവുന്നത് താൻ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും. ഓർക്കാപ്പുറത്ത് മോഹൻലാൽ പറഞ്ഞു, പൃഥ്വി നീയാണ് ഈ സിനിമ സംവിധാനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഞെട്ടൽ അറിയാതെ പൃഥ്വിരാജിനുണ്ടായി എന്നുള്ളതാണ്. പിന്നെ എല്ലാം വളരെ വേഗത്തിലായിരുന്നു. പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഒരിക്കലും മടിച്ചു നിൽക്കുന്നില്ല എന്നറിയാം. ഒരു കാര്യത്തിലും മടിച്ചു നിൽക്കാത്തൊരു കഥാപാത്രമാണെന്നറിയാം. തെറ്റായാലും ശരിയായാലും സ്റ്റാർട്ട് പറഞ്ഞാൽ ചാട്ടുളി വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നറിയിക്കണം. ആ മുന്നോട്ടുള്ള പോക്കിലുള്ള ആ ധൈര്യം തന്നെയാണ് ലൂസിഫർ ചെയ്യാൻ തീരുമാനിച്ചത്. ലൂസിഫർ ചെയ്തു തുടങ്ങിയപ്പോഴോ സിനിമയ്ക്ക് ഇത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലായി. എ ടു സെറ്റ് സിനിമയുടെ എ ടു സെറ്റ് കാര്യത്തിൽ മൈന്യൂട്ടായ ചില കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചുകൊണ്ടാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പരിഹസിച്ചവരെ നിരാശരാക്കിക്കൊണ്ട് ലൂസിഫർ വമ്പൻ കളക്ഷൻ നേടി മാത്രമല്ല, തീരെ ബോറടിപ്പിക്കാതെ ആ സിനിമ പലരും ആസ്വദിച്ചു എന്നുള്ളതാണ്. സിനിമ ആസ്വദിക്കുക മാത്രമല്ല, അതിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരു പുതിയ രീതിയിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളാണ്, രാഷ്ട്രീയ നേതാവാണ് എന്ന് ധ്വനിയുണ്ടാക്കിക്കൊണ്ട് ഈ സിനിമ അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ മറ്റൊരു ലോകത്തിലെ ഏറ്റവും വലിയ അധോലോക നായകനിലേക്ക് ഖുറേഷിയെ പ്രമായി മാറുന്ന ഒരു ഹിൻഡ് നൽകിക്കൊണ്ടാണ് ആ 1-ാം ഭാഗം സിനിമ അവസാനിച്ചാലോചിക്കണം. അന്നവർ പേരിട്ടു 2-ാം ഭാഗം പറഞ്ഞു എമ്പുരാൻ എന്നുള്ളത്. ആ എമ്പുരാൻ ആരായിരിക്കും, എങ്ങനെയായിരിക്കും? 1-ാം ഭാഗത്തിൽ കണ്ട മോഹൻലാൽ അല്ല 2-ാം ഭാഗത്തിൽ ആലോചിക്കണം. വ്യത്യസ്ത വേഷങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ, അതായത് നിറഞ്ഞു നിൽക്കുന്ന എതിരാളിയില്ലാത്ത അധോലോക നായകനായി, ഈ ലോകം നിയന്ത്രിക്കുന്ന അധോലോക നായകനായി വളർന്ന് പന്തലിക്കുന്ന ഒരു ഖുറേഷി എബ്രഹാമിനെ കഥയാണ് ശരിക്ക് ഈ 2-ാം ഭാഗത്തിൽ അവർ പറയുന്നാലോചിക്കണം. അതിന് കുറേ അധ്വാനിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. കാരണം 1-ാം ഭാഗത്തിനേക്കാൾ, ലൂസിഫറിനേക്കാൾ എന്തായാലും ഒരു പടി മുന്നിൽ, മീതെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലേ അതുക്കും മീതെ ആയിരിക്കണം എന്ന് പറഞ്ഞ പോലെ എമ്പുരാൻ ഇവരുടെ ഒരു സർവ ശക്തി
എനർജി, ബുദ്ധി എല്ലാം, ധനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്രയും പരസ്യമായ അല്ലെങ്കിൽ സമരത്തിലേക്ക് പോലും വലിച്ചിഴയ്ക്കാവുന്ന രീതിയിലേക്ക് എമ്പുരാനെ എത്തിച്ചതെന്ന് ആലോചിക്കണം. എവിടെയും എമ്പുരാനെ കുറിച്ചേ പറയുന്നുള്ളൂ എന്ന് ആലോചിക്കണം. വേറൊരു സിനിമയെക്കുറിച്ചും പറയുന്നില്ല എന്ന് ആലോചിക്കണം. അങ്ങനെ ഇവിടുത്തെ പ്രേക്ഷകരുടെ പ്രേക്ഷകരുടെ മനസ്സിൽ എമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 27 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സിനിമ റിലീസ് ചെയ്യുകയാണെന്ന് ആലോചിക്കണം. എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് എല്ലാം പല തിയേറ്ററിലും ക്ലോസ് ആയി കഴിഞ്ഞിരുന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള എമ്പുരാനിപ്പോൾ സിനിമാ സമരങ്ങൾക്കിട കൊടുക്കാതെ, അതിൽ പെടാതെ, പരാജയപ്പെടാതെ വിജയശ്രീലാളിതനായി തിയേറ്ററിൽ എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. കാരണം സിനിമയ്ക്ക് നാശമുണ്ടാകാൻ പാടില്ല എന്ന് അതിനൊന്ന് സിനിമാ നിർമ്മാതാക്കളും വിചാരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആലോചിക്കണം. അല്പസ്വല്പം വിട്ടുവീഴ്ചകൾ അവിടെ വേണം. ഈ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നത്, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ എമ്പുരാൻ നിങ്ങളെ തീർച്ചയായും സന്തോഷിപ്പിക്കും. ഇത് ഞങ്ങളുടെ ഹൃദയം തുറന്നു കാണിക്കുന്നൊരു സിനിമയാണ്. ഇതൊരു കച്ചവട സിനിമയാണ് എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഖുറേഷി എബ്രഹാം പോലെയുള്ളവരാണ് എന്ന് വളരെ വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൊച്ചു കേരളം പരിഹരിക്കാതെ കിടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അത് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇവിടെ ഭരണാധികാരികളുണ്ട്, ഭരണങ്ങളുണ്ട്, ഭരണം മാറി മാറി വരുന്നുണ്ട്. എന്തെല്ലാം മാറി മാറി വന്നാലും അതിലൊക്കെ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ടെന്ന് ആലോചിക്കണം. അതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ 100% നിറഞ്ഞ സത്യസന്ധത അല്ല. അതിലും ഒക്കെ ആരൊക്കെയോ കൈ കടത്തുന്നുണ്ട്. ഭരണം നിയന്ത്രിക്കാനും ചില അശുദ്ധമായ കൈകളുണ്ട് എന്നും നമ്മൾ വിചാരിച്ചിരിക്കുന്നു. അത് വ്യക്തമാക്കുന്ന തരത്തിൽ, അത് പരിഹരിക്കുന്ന തരത്തിലാണ് ഇതിലത്തെ ഖുറേഷി എബ്രഹാം എന്നുള്ള കഥാപാത്രം എന്ന് ആലോചിക്കണം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല ഇത് എന്തൊക്കെയോ ഉണ്ട്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് മനസ്സിലാക്കാവുന്നതല്ല. മിനിമം 2 പ്രാവശ്യമെങ്കിലും ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ പബ്ലിസിറ്റി കൊണ്ടുപോകുന്നത്. ഞാൻ തന്നെ ഇത് പറയുമ്പോൾ പലർക്കും തോന്നുന്നുണ്ട്, എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാനിത് എത്ര പ്രാവശ്യം കാണുമെന്നുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ പബ്ലിസിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും എത്ര കോടിയായി എന്നുള്ളത്. കോടിയുടെ കണക്കുകളൊന്നും നമുക്കറിഞ്ഞുകൂടാ. അത് ചെലവഴിച്ചവർക്കേ അറിയാവൂ. നമ്മളൊരു ഔട്ട്സൈഡറാണെന്ന് ആലോചിക്കണം. ഞങ്ങളൊരു മാധ്യമ പ്രവർത്തകരാണെന്ന് ആലോചിക്കണം. ഞങ്ങൾക്കുള്ള അറിവുകൾ, ഇത്തരം അറിവുകളൊന്നും പറയാറില്ല. പക്ഷേ ഇതിലൊരു സസ്പെൻസ് നിർത്തിക്കൊണ്ട് ഇതിൻ്റെ രഹസ്യ സ്വഭാവം മോഹൻലാൽ പുറത്തു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പുറത്ത് വിട്ടു എന്ന് ഞങ്ങളിത് മുൻപേ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അത് അന്ന് ആരും സമ്മതിച്ചിട്ടുണ്ടായില്ല. കാരണം ഇപ്പോൾ പല സിനിമകൾക്കും പല ഭാഗങ്ങളാണ്. ഇപ്പോൾ മമ്മൂട്ടിയുടെ CBI ഡയറക്ടർ, CBI വിഭാഗത്തിന് എത്ര ഭാഗം വന്നു. വിദേശ രാജ്യങ്ങളിൽ 10 ഭാഗങ്ങൾ വന്ന സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. മലയാള സിനിമ 1ഉം 2ഉം ഭാഗങ്ങൾ വന്ന സിനിമകളുണ്ടായിരിക്കണം. ഇവർ മോഹൻലാൽ തന്നെ, ജിത്തു ജോസഫ് ചെയ്യുന്ന ദൃശ്യം തന്നെ 3ആം ഭാഗം ഷൂട്ടിംഗ് തുടങ്ങിയെന്ന് ആലോചിക്കണം. ഇങ്ങനെ സജീവമായി പലതും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിനിമ ഞങ്ങൾ ആദ്യമായി ആലോചിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എഴുത്തുകാരനടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നു, ഇത് 3 ഭാഗത്തിലെ ഈ സിനിമ പൂർത്തിയാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലൂസിഫർ അവസാനിക്കുമ്പോൾ ഈ സിനിമ പൂർത്തിയായിട്ടില്ല. അതുപോലെ എമ്പുരാൻ അവസാനിക്കുമ്പോൾ ഈ സിനിമ പൂർത്തിയാകുന്നില്ല. നിങ്ങൾ ആദ്യ ഭാഗത്തിൽ ലൂസിഫർ അവസാനം കണ്ട പോലെ എമ്പുരാൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് 3ആം ഭാഗത്തിലേക്കുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കും. ഈ സിനിമയ്ക്കൊരു 3ആം ഭാഗമുണ്ട്. ആ 3ആം ഭാഗം വരുമ്പോൾ മാത്രമേ ഈ സിനിമ പൂർത്തിയായുള്ളൂ എന്ന് മോഹൻലാലും വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ ഇനി ആരാ പറയാനുള്ളത്? എമ്പുരാൻ്റെ 3ആം ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് എമ്പുരാൻ 2ആം ഭാഗം നമുക്ക് വിജയിപ്പിക്കാം, അല്ലേ?